സിദ്ദിഖിയിൽ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വെള്ളം കുടിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിദ്ദിഖിൽ എന്തായാലും ജ്യൂസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാനും വീരേഷ് സാറും ഫാത്തിമ മാമും കൂടെ നേരെ ടെംപ്റ്റേഷനിലേക്ക് എത്തുന്നു. മെനു നോക്കുന്നു. മെനുവിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവരോട് പറയുന്നു. കാരണം നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൈസ് ആയതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഓർഡർ ചെയ്തു. എന്തൊക്കെയാണെന്നല്ല, ഇവിടുത്തെ കസ്റ്റമർ സർവീസ് വാസ് സൂപ്പർ. എന്ന് വെച്ചാൽ നമ്മൾ എന്താണോ പറയുന്നത് ആ സംഭവം നമുക്ക് കിട്ടും. ഇപ്പോൾ ചില ഷോപ്പിലൊക്കെ ചെന്ന് വീഡിയോ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ തട്ടും കിട്ടും അല്ലേ. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ കാപ്പി അരിച്ചെടുക്കുന്നതൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഓഫ് കോഴ്സ് വരൂ ഞാൻ കാണിച്ചു തരാം. പുള്ളിക്കാരനോട് പോയി പുള്ളിക്കാരൻ എന്നെ ഓരോന്നും പറഞ്ഞിട്ട് ഷോട്ട് എങ്ങനെ വെക്കണം എന്നൊക്കെ വരെ എന്നോട് പറഞ്ഞു തന്നു കേട്ടോ. ഇത് എനിക്ക് വേണ്ടി അല്ലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. വീരേഷ് സാറാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ടെംപ്റ്റേഷൻ്റെ അകം നല്ല സ്പേഷ്യസ് ആണ്. ഒരു സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള റൂമിൽ വേണമെങ്കിൽ ഇരിക്കാം. നമ്മൾ പറഞ്ഞു തീരുന്നതിന് മുമ്പേ ദേ ഫാത്തിമ മാമിൻ്റെ കോൾഡ് കോഫി പ്ലസ് ഐസ്ക്രീം എത്തിയിട്ടുണ്ട്. അതിനുശേഷം ദേ വീരേഷ് സാറിൻ്റെ കോഫി എത്തി.